ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിനിടയിൽ മുങ്ങിപ്പോയ ഒരു ക്രിക്കറ്റ് വാർത്ത കൂടിയുണ്ടായിരുന്നു. ഫൈനലിന്റെ അതേ ദിവസം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ 27 റൺസിന് പരാജയപ്പെട്ട് ഇന്ത്യ പരമ്പര 2-1 കൈവിട്ട വാർത്ത. ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യൻ ബോളിംഗ് വെറും വട്ടപൂജ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട വാർത്ത. ഇന്ത്യൻ താരങ്ങളുടെ സെലക്ഷനിൽ കോച്ച് ഗൗതം ഗംഭീറും ടീം മാനേജ്മെന്റും നടത്തുന്ന പരിഷ്കാരങ്ങൾ ഇന്ത്യൻ ടീമിനെ അപ്പാടെ തകർത്ത വാർത്ത. ടെസ്റ്റിലെ അപ്രമാദിത്യം ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും ഒക്കെ നാട്ടിൽ വന്ന് തകർത്തോടെ നേരത്തെ തകർന്നടിഞ്ഞതാണ്. T20യിൽ ലോകകിരീടം നേടിയെങ്കിലും ഇംഗ്ലണ്ടിനോടും അയർലൻഡിനോട് എന്നുള്ളത് ഇൻവേർട്ടഡ് കൊമയിൽ തന്നെ പറയണം, ആ ഏറ്റ തോൽവിയോടെ ഇന്ത്യ നാണം കെട്ടതാണ്. ഇപ്പോൾ വൈറ്റ് ബോളിലെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഏകദിനത്തിലും ഇന്ത്യൻ ടീമിന്റെ ദുരവസ്ഥ തെളിയുന്ന വാർത്ത. ഈ തോൽവിയുടെ ഉത്തരവാദികൾ ആരെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ ടീമിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്കുമാരായ ഗൗതം ഗംഭീറും കോച്ച് അജിത് അഗാർക്കറും അടങ്ങിയ ആ ഒരു ടീം തന്നെയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ഓർമ്മയിലെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന് ചരിത്രം വിലയിരുത്തുക ആ തുഗ്ലക് രാജാവിനെ. മധ്യകാല ഇന്ത്യയിലെ തുഗ്ലക് രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനും വിവാദ നായകനുമായ സുൽത്താനായിരുന്നു അദ്ദേഹം. തുഗ്ലക് വംശസ്ഥാപകനായ ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മൂത്ത മകനായിരുന്നു. അറിവും ദീർഘവീക്ഷണവുമുള്ള ആശയങ്ങളും ഉണ്ടായിരുന്നിട്ടും അവ നടപ്പിലാക്കുന്നതിലുണ്ടായ പരാജയങ്ങൾ കാരണം ചരിത്രകാരന്മാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ബുദ്ധിമാനായ വിഡ്ഢി അഥവാ ദ വൈസസ്റ്റ് ഫൂൾ എന്നാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് നടപ്പിലാക്കിയ വിപ്ലവകരമായ ആശയങ്ങൾ ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനും ദക്ഷിണേന്ത്യയെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനുമായി സുൽത്താൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക്, അതായത് ദൗലത്താബാദിലേക്ക് മാറ്റുന്നു. ഡൽഹിയിലെ മുഴുവൻ ജനങ്ങളോടും അങ്ങോട്ട് മാറാൻ അദ്ദേഹം ഉത്തരവിടുന്നു. എന്നാൽ കഠിനമായ യാത്ര കാരണം അനേകം ആളുകൾ വഴിയിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് ഭരണം പ്രതിസന്ധിയിലായപ്പോൾ വീണ്ടും തലസ്ഥാനം ഡൽഹിയിലേക്ക് തന്നെ മാറ്റുകയും ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ ചില്ലറയായിരുന്നില്ല. പിന്നെയുള്ളൊരു പരിഷ്കാരം രാജ്യത്തെ വെള്ളിയുടെ ക്ഷാമം പരിഹരിക്കാൻ സുൽത്താൻ ചെമ്പ്, പിത്തള നാണയങ്ങൾ പുറത്തിറക്കിയതായിരുന്നു. സ്വർണം, വെള്ളി നാണയങ്ങൾക്ക് തുല്യമായ മൂല്യമാണ് ഇതിന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ നാണയ നിർമ്മാണത്തിൽ രാജകീയ നിയന്ത്രണം ഇല്ലാതിരുന്നതിനാൽ ജനങ്ങൾ സ്വന്തം വീടുകളിൽ നിന്നും വ്യാജ നാണയങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഇത് സാമ്പത്തികമായ തകർച്ചയ്ക്കും കാരണമാകുന്നു. ഒടുവിൽ ഈ പദ്ധതി പിൻവലിക്കേണ്ടി വരികയും ചെയ്യുന്നു. അബദ്ധം നമ്പർ 3, ഗംഗ യമുന നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ടമായ ദോബാബ് മേഖലയിലെ നികുതി അദ്ദേഹം കുത്തനെ കൂട്ടുന്നു. നിർഭാഗ്യവശാൽ ആ സമയത്ത് അവിടെ കടുത്ത വരൾച്ചയും ദാരിദ്ര്യവും അനുഭവപ്പെട്ടിരുന്നതിനാൽ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാവുകയും കലാപങ്ങൾ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നു. അബദ്ധം നമ്പർ 4, പേർഷ്യ, ചൈന തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കാൻ അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിക്കുന്നു. എന്നാൽ കനത്ത സാമ്പത്തിക നഷ്ടവും ഭൂമിശാസ്ത്രപരമായ പ്രതിസന്ധികളും കാരണം ഈ പരിഷ്കാരങ്ങളും അമ്പെ പരാജയപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ ഫലമോ കടുത്ത പരീക്ഷണങ്ങളും അനാവശ്യമായ കാർക്കശ്യവും കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനത്തോടെ ആ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും സ്വതന്ത്രമാകുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തുഗ്ലക്കിയൻ പരീക്ഷണങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗൗതം ഗംഭീറിനെ കൃത്യമായി നമുക്ക് ചരിത്രത്തിലെ ദ വൈസസ്റ്റ് ഫൂൾ ആയ തുഗ്ലക്കായി തന്നെ എണ്ണാൻ കഴിയും. കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ 388 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രോഹിത് ഗുരുനാഥ് ശർമ്മയുടെ ഉജ്ജ്വല സെഞ്ചുറിയുടെയും അതുപോലെ ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി എന്നിവരുടെ 50യുടെയും ആ പ്രകടനങ്ങളുടെയും കരുത്തിൽ പോരാടിയെങ്കിലും 367 എന്ന സ്കോറിന് അടിയറവ് പറയുകയായിരുന്നു. ഈ തോൽവിയിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ബോളർമാർ തികച്ചും നിഷ്പ്രഭരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ വിക്കറ്റിൽ ഇംഗ്ലണ്ട് ഓപ്പണർമാർ 30.1 ഓവറിൽ അടിച്ചെടുത്തത് 192 റൺസാണ്. അർഷദീപ് സിംഗ്, പ്രസീദ് കൃഷ്ണ, പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ തുടങ്ങിയവർ അടങ്ങുന്ന പേസ് നിരക്ക് ഒരു ഭീഷണി ഉയർത്താനേ കഴിഞ്ഞില്ല കഴിഞ്ഞ മത്സരത്തിൽ. ഇവർക്കൊന്നും പകരം കളിക്കാൻ ഇന്ത്യയിൽ പ്രതിഭ തെളിയിച്ച ബോളർമാർ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ബുംറ ഇല്ലാത്ത അവസരത്തിലെല്ലാം സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പല മത്സരങ്ങളിലും നിർണായക റോൾ ഏറ്റെടുക്കാറുള്ള മുഹമ്മദ് സിറാജും മുഹമ്മദ് ഷമിയുമൊന്നും ഇപ്പോൾ പരിക്കേറ്റ് പുറത്തിരിക്കുന്നവരൊന്നുമല്ല. എന്നാൽ ഭാവി പറഞ്ഞ് ഇവരെ മാറ്റി നിർത്തിയപ്പോൾ തന്നെ ഇന്ത്യൻ ബോളിംഗ് അതീവ ദുർബലമായി മാറുകയായിരുന്നു. ഏതാണ്ട് സുൽത്താൻ ഭരണ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറ്റിയതുപോലെ തന്നെയുള്ള ഒരു പരിഷ്കാരമായിരുന്നു ഇത്. ഗുർനൂർ ബ്രാറൊക്കെ എങ്ങു നിന്നോ പൊട്ടി വീണ പോലെയാണ് ഈ ടീമിലെത്തിയത്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ IPL പോലും അദ്ദേഹം കളിച്ചിരുന്നില്ല. എന്നാൽ വേണ്ടത്ര മാച്ച് പ്രാക്ടീസ് പോലും ഇല്ലാതെ ഭാവി എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രസന്റിൽ ഈ കാലഘട്ടത്തിൽ ഫോമിലുള്ളവരെ അവഗണിച്ചുകൊണ്ട് ഭാവി എന്ന ആ കാര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗംഭീറിന്റെ ഈ തുഗ്ലക്കിയൻ രീതി ബാക്ക്ഫയർ ചെയ്യുകയായിരുന്നു ഇന്ത്യൻ പേസർമാരുടെ കാര്യത്തിലെന്നത് സംശയമുള്ള കാര്യമല്ല.
അബദ്ധം നമ്പർ 1 ആയി ഇതിനെ എണ്ണുമ്പോൾ അബദ്ധം നമ്പർ 2 ആയി ഇന്ത്യ സ്പിൻ ബോളേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് എണ്ണാമെന്ന് തോന്നുന്നു. കുൽദീപ് യാദവിനെ ചില മത്സരങ്ങളിൽ ഇറക്കുന്നു, ചിലതിൽ ഇറക്കുന്നില്ല. ഇന്ത്യയുടെ റിസ്റ്റ് സ്പിന്നറാണ് അദ്ദേഹം എന്ന് ഓർക്കണം. ചിലതിൽ വരുൺ ചക്രവർത്തി കളിക്കുന്നു, മറ്റു ചിലതിൽ അദ്ദേഹം കളിക്കുന്നില്ല. മറ്റു ചിലർ ബിഷ്ണോയെ പോലുള്ളവർ ചില മത്സരങ്ങൾ കളിക്കുന്നു. കൃത്യമായും സ്പിന്നേഴ്സിന് ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇങ്ങനെ ഈ ഒരു സെലക്ഷൻ വഴി ഉണ്ടാകുന്നത്. ടീമിലെ തന്റെ സ്ഥാനം അവർക്ക് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്ത്യക്ക് ഇപ്പോൾ ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ എന്നത് മറ്റൊരു സംശയമാണ്. ആദ്യഘട്ടത്തിൽ വിക്കറ്റുകൾ ലഭിച്ചില്ലെങ്കിലും അവസാന ഓവറുകളിൽ കൃത്യത പാലിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരം തിരികെ പിടിക്കാമായിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ വിപരീതമാണ്. 45 ഓവറിൽ 305-ന് 2 എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. അടുത്ത 5 ഓവറുകളിൽ മാത്രം അവർ 82 റൺസാണ് അടിച്ചുകൂട്ടിയത്. ഗുർനൂർ ബ്രാ തന്റെ അവസാന ഓവറുകളിൽ ഒന്നിൽ 23 റൺസ് വഴങ്ങി. അദ്ദേഹം 10 ഓവറിൽ 97 റൺസാണ് കഴിഞ്ഞ മത്സരത്തിൽ വഴങ്ങിയത്. പ്രസിദ്ധ് കൃഷ്ണ ആ സമയത്ത് പിന്നീട് ഒരു ഓവറിൽ 23 റൺസ് വഴങ്ങുന്നു. പ്രിൻസ് യാദവ് അവസാന ഓവറിൽ 16 റൺസും വിട്ടുകൊടുക്കുന്ന കാഴ്ച. ജോസ് ബട്ട്ലറുടെ ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഡെത്ത് ഓവർ ബോളിംഗ് പാടെ തകർന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ചുരുക്കത്തിൽ ഗൗതം ഗംഭീറിന്റെ പരീക്ഷണങ്ങൾ ഇന്ത്യൻ ബോളർമാർക്കിടയിൽ അവരുടെ റോൾ മനസ്സിലാക്കാത്ത അവസ്ഥയും ഇൻസെക്യൂരിറ്റിയും ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ടീം ഹെഡ് കോച്ച് ഗംഭീറിനും അതുപോലെ തന്നെ ടീം മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പല മുൻ ഇന്ത്യൻ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ചത് മുൻ ഇന്ത്യൻ നായകൻ കൂടിയായ കമന്റേറ്റർ കൂടിയായ കൃഷ്ണമാചാരി ശ്രീകാന്താണ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ 2020 ഏകദിന പരമ്പരകൾ കൈവിട്ട് മാനേജ്മെന്റ് നിലപാടിനെ വികാരാധീനമായിട്ടാണ് ശ്രീകാന്ത് കഴിഞ്ഞ മത്സരശേഷം വിമർശിച്ചത്. തുടർച്ചയായ തോൽവികൾക്കിടയിലും ചാമ്പ്യൻസ് ട്രോഫിയും 2020 ലോകകപ്പും ജയിച്ച ഗൗതം ഗംഭീർ ഒരുപക്ഷെ പ്രശംസ പിടിച്ചുപറ്റിയേക്കും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരിച്ചടികൾക്ക് ഗംഭീറിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. മൊത്തത്തിൽ ടീം മാനേജ്മെന്റ് ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതൊരിക്കലും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വീഴ്ചകൾ ഒരുപക്ഷെ കാർപ്പറ്റിനടിയിലേക്ക് ഒളിപ്പിക്കപ്പെടും എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത്. അടുത്തതായി വരാനിരിക്കുന്ന സിംബാബ്വെ, ശ്രീലങ്ക, വെസ്റ്റ് ഇൻഡീസ് പരമ്പരകൾ ചൂണ്ടിക്കാട്ടി ശ്രീകാന്ത് മാനേജ്മെന്റിന്റെ തന്ത്രങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ. ഈ ടീമുകൾക്കെതിരെ എളുപ്പത്തിൽ വിജയിച്ച് ഇന്ത്യ ഫോമിലേക്ക് തിരിച്ചെത്തിയെന്ന് വരുത്തി തീർക്കുമെന്നും ഇംഗ്ലണ്ടിലെ നാണം കേട്ട തോൽവികൾ ആരാധകർ ഒരുപക്ഷെ മറക്കുമെന്നും അദ്ദേഹം ഈ ചാനലിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരമ്പരകളിലെ വിജയങ്ങൾ കണക്കിലെടുക്കാൻ പോലും കൊള്ളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, കൃണാൽ പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ തുടങ്ങിയ അർഹരായ മുതിർന്ന താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങൾക്ക് പ്രിയപ്പെട്ട കളിക്കാരെ മാത്രം ഈ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതിയാണ് മാനേജ്മെന്റ് തുടരുന്നത് എന്നും ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ആഞ്ഞടിക്കുന്നുണ്ട്. അതിനൊപ്പം KL രാഹുലിനെയും അതുപോലെ രോഹിത് ശർമ്മയും ഒക്കെ ഇന്ത്യൻ ടീം ട്രീറ്റ് ചെയ്യുന്ന വിധവും ചർച്ചയായിട്ടുണ്ട്. നേരത്തെ T20 പരമ്പരയുടെ സമയത്ത് സഞ്ജുവിനെയും വൈഭവിനെയും ഒക്കെ വെച്ചുകൊണ്ട് പന്താടിയതും രണ്ടുപേരും ഒരേ സമയത്ത് അവഗണിക്കപ്പെട്ടതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ ഏകദിന പരമ്പരയിലാണെങ്കിൽ രോഹിത് ശർമ്മ ലോർഡ്സ് ഏകദിനത്തോടെ വിരമിക്കുമെന്ന സ്പെക്കുലേഷൻസ് ഉണ്ടായതിലും ഗംഭീറിനും അഗാർക്കറിനും പങ്കുണ്ട്. രോഹിത്തിന് മേൽ അങ്ങനെയൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ടീം മാനേജ്മെന്റിന്റെ ചില രീതികൾ. ആദ്യ 2 മത്സരങ്ങളിൽ 11-26 റൺസ് മാത്രം എടുത്ത് സമ്മർദ്ദത്തിലായിരുന്ന രോഹിത് മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിന് ഇറങ്ങിയത് അത്തരം വലിയ വിമർശനങ്ങൾക്കിടയിലായിരുന്നു. 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിട്ട് സെലക്ടർമാർ 39-കാരനായ രോഹിത്തിന് പകരം പുതിയ താരങ്ങളെ പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് ഈ ഏകദിനത്തിന് മുമ്പ് വഴിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും പ്രതികരിക്കാതിരുന്ന BCCI വളരെ വൈകി മാത്രമാണ് ഇതിനെ തള്ളിക്കളഞ്ഞു പോലും രംഗത്തെത്തിയത്. തന്റെ ഭാവിയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾക്കിടയിലും തന്റെ കരിയറിൽ ഏറ്റവും മനോഹരമായ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്ന് രോഹിത് പുറത്തെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാം ഏകദിനത്തിൽ ഈ 388 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്കായി 110 പന്തിൽ 138 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത്. ലോർഡ്സ് ഏകദിനത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ഏറ്റവും പ്രായം കൂടിയ ബാറ്ററുമായി അദ്ദേഹം മാറുകയും ചെയ്തു ആ സെഞ്ചുറിയോടെ. മത്സരം 27 റൺസിന് തോറ്റ് പരമ്പര നഷ്ടപ്പെട്ടെങ്കിലും രോഹിത് ശർമ്മയുടെ പ്രകടനം വിരമിക്കൽ ചർച്ചകളെ പാടെ ഇല്ലാതാക്കുകയായിരുന്നു. എങ്കിലും വരാനിരിക്കുന്ന പരമ്പരകളിലും രോഹിത്തിനെയും അതുപോലെ വിരാട് കോഹ്ലിയെയും പ്രായം പറഞ്ഞും ഭാവി പറഞ്ഞും സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഇന്ത്യൻ ടീം തുടരാനുള്ള സാധ്യതയുണ്ട്. KL രാഹുലിനെയാണെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇഷാന്റെ വിക്കറ്റ് കീപ്പിങ്ങിനും ഒരു പരിധിവരെ അത് ദയനീയമായി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഇഷാന് അവസരങ്ങൾ ഇഷ്ടം പോലെ ഗില്ലിന്റെ ഇഷ്ടക്കാരൻ എന്ന രൂപത്തിൽ ലഭിക്കുന്നുമുണ്ട്. മൂന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗിനിടെ ലഭിച്ച നിർണായകമായ ക്യാച്ചുകൾ കൈവിട്ടതാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. മത്സരത്തിൽ സെഞ്ചുറിക്കകലെ വീണെങ്കിലും ഇംഗ്ലണ്ടിന്റെ വിനാശകരമായ റണ്ണൊഴുക്കിന് ചുക്കാൻ പിടിച്ച ജേക്കബ് ബെത്തലിനെ ക്യാച്ച് അദ്ദേഹം ജേക്കബ് ബെത്തൽ 18 റൺസ് ഉള്ള സമയത്ത് ഇഷാൻ കിഷൻ കൈവിട്ടിരുന്നു. വിക്കറ്റ് കീപ്പറാണ് കൈവിടുന്നത് എന്നോർക്കണം. മാത്രമല്ല മത്സരത്തിലെ ടോപ്പ് സ്കോറായ ബെൻ ഡെക്കറ്റിനെ 2 തവണ പുറത്താക്കാനുള്ള അവസരവും ഇഷാൻ കിഷൻ പാഴാക്കിയിരുന്നു.
ഡെക്കനെ 26 റൺസിലും 68 റൺസിലുമാണ് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തത്. അത് 2 ഫോറുകൾ അതിനൊപ്പം അധികം ഇംഗ്ലണ്ടിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. അതോടെ വിക്കറ്റ് കീപ്പിംഗിൽ ഇഷാൻ കിഷൻ പൂർണ്ണമായി പരാജയമാണ് എന്നത് ഒരിക്കൽ കൂടി നമ്മൾ കാണുകയായിരുന്നു. മാത്രമല്ല ഇടയ്ക്ക് ഇന്ത്യയുടെ ഒരു DRS റിവ്യൂവും ഇഷാൻ കിഷൻ എന്ന വിക്കറ്റ് കീപ്പർ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സഞ്ജു സാംസനെ പോലുള്ളവർ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജുവിനെ പോലുള്ളവർ പുറത്തിരിക്കുമ്പോഴാണ് ഈ ഇഷാൻ സ്നേഹം എന്ന് ഓർക്കണം. ഏതായാലും ഗൗതം ഗംഭീറും ടീമും ഇനിയെങ്കിലും വിചിന്തനം ചെയ്തില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് ഇനിയും ഈ തോൽവികളിലൂടെ തന്നെ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും.